ഓം ശാന്തി. ഈ വർത്തമാന സമയത്ത് നമ്മുടെ പുരുഷാർത്ഥം എങ്ങനെയുള്ളതായിരിക്കണം? അതായത് നമ്മുടെ പുരുഷാർത്ഥത്തിന്റെ സ്പീഡ് എന്ന് പറയുന്നത് സെക്കൻഡിൻ്റെതായിരിക്കും. മിനിറ്റുകളോ മണിക്കൂറുകളോ കൊണ്ടുള്ള വേഗതയല്ല, സെക്കൻഡിന്റെ ഗതിയായിരിക്കണം നമ്മുടെ പുരുഷാർത്ഥം. അതായത് അത്രയും ഫാസ്റ്റ് ആയിരിക്കണം. അപ്പോൾ മാത്രമേ സമയം സ്വയം രണ്ടിൻ്റെയും സ്പീഡ് ഒരുപോലെയാണെന്ന് പറയാൻ പറ്റും. സമയം എത്ര വേഗത്തിൽ മുൻപോട്ട് പോകുന്നോ അതേ വേഗത്തിൽ തന്നെയായിരിക്കണം നമ്മുടെ പുരുഷാർത്ഥത്തിന്റെ വേഗതയും ഉണ്ടാകേണ്ടത്. ഇതിനെയാണ് ഫാസ്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. പുരുഷാർത്ഥവും സമയവും സമാസമം, രണ്ടിൻ്റെയും സ്പീഡ് ഒരുപോലെ. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫസ്റ്റ് എന്ന് പറയാൻ സാധിക്കും. ഓം ശാന്തി. ഓം ശാന്തി. ഈ വർത്തമാന സമയത്ത് നമ്മുടെ പുരുഷാർത്ഥം എങ്ങനെയുള്ളതായിരിക്കണം? അതായത് നമ്മുടെ പുരുഷാർത്ഥത്തിന്റെ സ്പീഡ് എന്ന് പറയുന്നത് സെക്കൻഡിൻ്റെതായിരിക്കും. മിനിറ്റുകളോ മണിക്കൂറുകളോ കൊണ്ടുള്ള വേഗതയല്ല, സെക്കൻഡിന്റെ ഗതിയായിരിക്കണം നമ്മുടെ പുരുഷാർത്ഥം. അതായത് അത്രയും ഫാസ്റ്റ് ആയിരിക്കണം. അപ്പോൾ മാത്രമേ സമയം സ്വയം രണ്ടിൻ്റെയും സ്പീഡ് ഒരുപോലെയാണെന്ന് പറയാൻ പറ്റും. സമയം എത്ര വേഗത്തിൽ മുൻപോട്ട് പോകുന്നോ അതേ വേഗത്തിൽ തന്നെയായിരിക്കണം നമ്മുടെ പുരുഷാർത്ഥത്തിന്റെ വേഗതയും ഉണ്ടാകേണ്ടത്. ഇതിനെയാണ് ഫാസ്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. പുരുഷാർത്ഥവും സമയവും സമാസമം, രണ്ടിൻ്റെയും സ്പീഡ് ഒരുപോലെ. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫസ്റ്റ് എന്ന് പറയാൻ സാധിക്കും. ഓം ശാന്തി.